നമ്മുടെ സംസ്കാരവും പാരമ്പര്യമൊക്കെ നശിക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റും കോടതിയൊക്കെ ചേർന്ന് ഈ സിനിമ ആരും കാണരുത് എന്ന് പറഞ്ഞു ഒരു സിനിമയുടെ ടീസറിനെ ബാൻ ചെയ്ത കാര്യം നിങ്ങൾക്ക് അറിയോ? അതായത് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കോടതി ഈ ഒരു സിനിമയുടെ ടീസറിനെ. ആ സിനിമ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിൽ വന്നിട്ടുണ്ട്. ഐ തിങ്ക് എവരി വൺ ഷുഡ് വാച്ച് ദാറ്റ് മൂവി. അനുരാഗ് കശ്യപും വെട്രിമാരനും കൂടി പ്രൊഡ്യൂസ് ചെയ്ത ഈ ഒരു സിനിമയുടെ ടീസർ ജനുവരിയിൽ വന്നപ്പോൾ തന്നെ ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു. അതായത് ഈ മൈനേഴ്സ് കമ്മിങ് ഓഫ് ഏജ് പോലത്തെ ഒരു സിനിമയാണ്, പ്രത്യേകിച്ച് ഒരു വുമൺ സെൻട്രിക് മൂവി കൂടിയാണ്. അപ്പോൾ ഓവർ സെക്ഷുവലൈസ് ചെയ്യുന്നു, പിള്ളേർ ഓരോ വേണ്ടാത്തൊക്കെ പറയുന്നു, അഡൽട്ട് കോണ്ടന്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും പിന്നെ ഇതിലെ ആ വുമൻ ക്യാരക്ടർ ഒരു അപ്പർ കാസ്റ്റിൽ പെട്ട ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അവർ അപ്പർ കാസ്റ്റുകാരനെ കരുതിക്കൂട്ടി കരുതിക്കൂട്ടി ചെയ്യണതാണ് ഇത് മോശക്കാരാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഫുള്ള് പ്രശ്നങ്ങൾ. അങ്ങനെ അവസാനം മദ്രാസ് ഹൈക്കോടതിയാണ് ഈ ടീസറിനെ ബാൻ ചെയ്യുന്നത്. ഇനി സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വുമൻ ഡയറക്റ്റിംഗ് വുമൻ എന്ന് പറയുന്ന ഒരു സംഭവമില്ല, അതായത് ഫീമെയിൽ ലീഡായിട്ട് വരുന്ന ഒരു സിനിമനെ അത് ഒരു ഫീമെയിൽ തന്നെയാണ് ഡയറക്റ്റ് ചെയ്യുന്നതെങ്കിൽ അതിൽ എന്തോ ഒരു വ്യത്യാസം വരും. ഈ ലേഡി ബേർഡൊക്കെ കണ്ടിട്ടില്ലേ? അതായത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അതിൽ കുറേ ക്യാരക്ടേഴ്സ് പെരുമാറുന്നത്. നമ്മൾ ഇവരിങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് വിചാരിക്കും, പക്ഷേ അങ്ങനെയേ ആയിരിക്കില്ല. ആ ഒരു പരിപാടി ഇതിലും വന്നിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിനിമയാണ്. വർഷ ഭരത് എന്നാണ് ഇതിൻ്റെ ഡയറക്ടറിൻ്റെ പേര്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ സിനിമ കുറച്ച് തിയേറ്റേഴ്സൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മാസം. അവസാനം ഇതിപ്പോൾ OTTയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക, പറ്റുമെങ്കിൽ വീട്ടുകാരുടെ കൂടെ ഒന്നും ഇരുന്ന് കാണാതിരിക്കുക. ബാഡ് ഗേൾ എന്നാണ് സിനിമയുടെ പേര്. ജിയോ ഹോട്ട്സ്റ്റാറിലുണ്ട്.